ഏറെ വാദപ്രതിവാദങ്ങൾക്കിടയിലും ആരോപണങ്ങൾക്കിടയിലൂടെയുമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കടന്നുപോകുന്നത്. അതിനിടയിലാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ബട്ട്ലറിൽ നടന്ന ഒരു റാലിക്കിടെയാണ് ട്രംപ് വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന് നേരെ പലവട്ടം വെടിവയ്പുണ്ടായിട്ടുണ്ടെങ്കിലും വെടിയുണ്ട ചെവിയെ ഉരസി കടന്നുപോയതായാണ് കരുതുന്നത്. ചെവിയിൽ മുറിവും ഉണ്ടായിട്ടുണ്ട്. അക്രമിയെ സീക്രട്ട് സർവീസ് വെടിവെച്ച് കൊന്നുവെന്നും അക്രമിയുടെ വെടിവയ്പിൽ റാലിക്കെത്തിയ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വെടിവെച്ച് മുഴങ്ങിയ ഉടനെ ട്രംപ് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ വേദിയിൽ അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കുകയും പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് സുരക്ഷിതനാണെന്ന് സീക്രട്ട് സർവീസിന്റെ വക്താവ് പിന്നീട് പ്രതികരിച്ചിട്ടുമുണ്ട്. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ട്രംപിന് കുഴപ്പമൊന്നുമില്ലെന്നും ട്രംപ് ക്യാമ്പയിൻ വക്താവ് സ്റ്റീവൻ ചുങ്ങും പിന്നീട് അറിയിച്ചിരുന്നു. ട്രംപ് പോലീസിന് നന്ദി പറഞ്ഞതായും ചുങ് അറിയിച്ചിട്ടുണ്ട്. വേദിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശക്തി പ്രകടനം പോലെ മുൻ പ്രസിഡന്റ് ജനക്കൂട്ടത്തിന് നേരെ കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടിക്കാണിച്ചതും വാർത്തയായിട്ടുണ്ട്. വൈകിട്ട് 6:13 സംഭവം. വെടിയേറ്റ് വേദിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ രക്തം വരുന്ന വലതു ചെവിയിൽ ട്രംപ് പിടിച്ചിരിക്കുകയായിരുന്നു. മുഖത്ത് രക്തം ഒഴുകിയ പാടുമുണ്ടായിരുന്നു. സംഭവത്തോടെ വേദിക്ക് സമീപത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ കൈയോടെ നീക്കം ചെയ്യുകയും ചെയ്തു. അത് ക്രൈം സീനായി അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് തുടങ്ങിയവരും ട്രംപ് സുരക്ഷിതനായതിൽ ആശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്ന് ബൈഡൻ പ്രതികരിക്കുമ്പോഴും സംഭവത്തിന് പിന്നിലേക്ക് വിരൽ ചൂണ്ടുന്നത് ബൈഡനെയാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രചാരണ വേളയിൽ ബൈഡനെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചിരുന്നത്. രണ്ടാമതും പ്രസിഡന്റാകാനുള്ള മത്സരത്തിലാണ് ട്രംപ്. ബൈഡൻ തന്നെയാണ് ഇക്കുറി എതിരാളിയും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബൈഡനേക്കാൾ മികച്ചത് ട്രംപ് തന്നെയാണെന്ന അഭിപ്രായങ്ങൾ അമേരിക്കയിൽ അഭിപ്രായ സർവേകളിൽ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ട്രംപിന് നേരെ വധശ്രമവും ഉണ്ടായിരിക്കുന്നത്. അടുത്തിടെ നടന്ന ഡിബേറ്റിൽ ട്രംപാണ് മേൽക്കൈ നേടിയത്. മത്സരരംഗത്ത് നിന്നും ബൈഡൻ പിന്മാറില്ലെന്നാണ് ട്രംപും അടുത്തിടെ പറഞ്ഞത്. ബൈഡന്റെ ഈഗോ വിട്ടൊരു കളിക്കും US പ്രസിഡന്റ് തയ്യാറാകില്ലെന്നും ട്രംപ് വിലയിരുത്തിയിരുന്നു. പ്രസിഡന്റിന് തന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാൻ വൈസ് പ്രസിഡന്റിനെയും ക്യാബിനറ്റ് അംഗങ്ങളെയും പ്രാപ്തരാക്കുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥ ഉണ്ടാക്കുക മാത്രമാണ് ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ ഇനിയുള്ള മാർഗം. ഇതല്ലാതെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് എല്ലാ ശക്തിയുമുണ്ട്. അദ്ദേഹത്തിന് പ്രതിനിധികളുണ്ട്. അദ്ദേഹം പുറത്തു പോകേണ്ടതില്ല. ബൈഡൻ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് അവരാകുമെന്ന് ഞാൻ കരുതുന്നു. കമലയല്ലെങ്കിൽ വോട്ടിനെക്കുറിച്ച് അവർ വളരെ ആശങ്കാകുലരാണെന്ന് ഞാൻ കരുതുന്നതായും ട്രംപ് റാലിക്കിടെ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന് നേരെ വെടിതീർപ്പുണ്ടായത്. 2016 ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് വംശജനായ 19കാരനാണ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു അന്നത്തെയും ആക്രമണം. വധശ്രമം പോലീസ് പരാജയപ്പെടുത്തുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് തോക്ക് പിടിച്ചുവാങ്ങി ആക്രമിക്കാനാണ് യുവാവ് ശ്രമിച്ചതെന്നും അന്ന് പോലീസ് പറഞ്ഞിരുന്നു.